നമ്മൾ കണ്ട മലയാള സിനിമകളിലെ സീനുകൾ ഗംഭീരമാക്കാൻ വേണ്ടി പല റെഫറൻസുകൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഗരുഡൻ എന്ന മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ ഹോളിവുഡ് സിനിമയായ ഷോഷാങ്ക് റിഡംഷനിലെ ഒരു ഐക്കോണിക് സീനിന്റെ ഇൻസ്പിറേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സീൻ കാണുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചമായിരുന്നു. ഇത്തരത്തിൽ നമ്മൾ കണ്ട സിനിമകളിൽ ഉപയോഗിച്ച അറിയപ്പെടാതെ പോയ റെഫറൻസുകളെ കുറിച്ച് പറയുന്ന വീഡിയോയുടെ കോമ്പിലേഷൻ ആണിത്. അതുകൊണ്ട് വീഡിയോ മുൻപ് കണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം, അല്ലാത്തവരുണ്ടെങ്കിൽ ദയവായി വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കളിക്കളം 1990-ലെ സത്യൻ അന്തിക്കാട് മമ്മൂട്ടി സിനിമയാണ് കളിക്കളം. സിനിമയിലെ ഒരു ഭാഗത്തായി മമ്മൂട്ടി CBI ഓഫീസറായി വേഷം മാറി ഒരു ജ്വല്ലറിയിൽ വന്ന് എല്ലാവരെയും പറ്റിച്ച് സ്വർണവും പണവും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സിനിമ കാണുമ്പോൾ വളരെ രസകരമായി തോന്നിയ ഈ ഒരു രംഗം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്നും റെഫറൻസ് ആയി എടുത്തിട്ടുള്ളതാണ്. 1987 നടന്ന ബോംബെയിലെ ഒപ്പേറ ഹൗസ് കവർച്ചയാണ് ആ സീനിന്റെ റെഫറൻസ്. ഒപ്പേര ഹൗസ് ഓഫ് ട്രിബോവൻദാസ് ഭീംജി സവേരിയൻ സൺസ് ജ്വല്ലറിയിലേക്ക് ഒരു വ്യക്തി CBI ഓഫീസർ എന്ന വ്യാജേന പോലീസിനെയും കൂട്ടി വരികയും വലിയ തോതിൽ പണവും സ്വർണവും മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതുമാത്രമല്ല 37 വർഷമായിട്ടും ഈ ഒരു കേസ് ഇന്നും തെളിയിച്ചിട്ടില്ല. ഈ ഒരു സംഭവം വളരെ രസകരമായി തന്നെയാണ് കളിക്കളം എന്ന സിനിമയിൽ സത്യൻ അന്തിക്കാട് ചെയ്തു വെച്ചിട്ടുള്ളത്. കെയർ ഓഫ് സൈറ ബാനു 2017 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് കെയർ ഓഫ് സൈറ ബാനു. സിനിമയിൽ ഷെയ്ൻ നിഗം അവതരിപ്പിക്കുന്ന ജോഷുവ പീറ്റർ എന്ന കഥാപാത്രം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സിനിമയിൽ ഷെയ്ൻ നിഗത്തിന്റെ മരണപ്പെട്ടു പോയ അച്ഛനായി പരാമർശിക്കുന്നത് മോഹൻലാലിനെയാണ്. മോഹൻലാലിന്റെ പീറ്റർ ജോർജ് എന്ന കഥാപാത്രം ഒരു മികച്ച ഫോട്ടോഗ്രാഫർ ആയിരുന്നു. മലയാള രമയിലെ പഴയ ഫോട്ടോഗ്രാഫർ പീറ്റർ ജോർജിന്റെ മകനാണ്. എന്നാൽ മോഹൻലാലിന്റെ പീറ്റർ ജോർജ് എന്ന കഥാപാത്രത്തെ റെഫറൻസ് ആയി എടുത്തിരിക്കുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫറായ വിക്ടർ ജോർജിൽ നിന്നാണ്. ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ ഫോട്ടോഗ്രാഫറാണ് വിക്ടർ ജോർജ്. വിക്ടർ ജോർജിന്റെ ഫോട്ടോകൾക്ക് ഒരു വലിയ ജീവനുണ്ടായിരുന്നു. വിക്ടർ ജോർജ് തന്റെ ജീവിതത്തിൽ എടുത്ത ഫോട്ടോകളുടെ അതേ സാദൃശ്യമുള്ള ഫോട്ടോകളാണ് സിനിമയിൽ മോഹൻലാലിന്റെ പീറ്റർ ജോർജ് എടുത്തതായി കാണിക്കുന്നത്. തന്റെ 40കളുടെ പ്രായത്തിൽ വലിയ ഒരു ഉരുൾപൊട്ടലിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ സിനിമയിലെ പീറ്റർ ജോർജിന്റെ മരണവും സാക്ഷാൽ വിക്ടർ ജോർജിന്റെ മരണവും ഒരേ ഇൻസിഡന്റ് ആയിട്ടാണ് പറയുന്നത്. തെരഞ്ഞുപോയവർക്ക് അയാളുടെ ക്യാമറ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവിടെ വിക്ടർ ജോർജ് ആണെങ്കിൽ സിനിമയിൽ മോഹൻലാൽ പീറ്റർ ജോർജ് ആണ്. പീറ്റർ ജോർജ് മലയാള രമയിൽ ജോലി ചെയ്തെങ്കിൽ സാക്ഷാൽ വിക്ടർ ജോർജ് ജോലി ചെയ്തത് മലയാള മനോരമയിലാണ്. അങ്ങനെ വിക്ടർ ജോർജ് എന്ന അതുല്യ വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങളും ബോറാക്കാതെ വളരെ മികച്ച രീതിയിൽ റെഫറൻസ് ആയി സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി 1987 പുറത്തിറങ്ങിയ മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു ന്യൂഡൽഹി. സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച G കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം ഒരു കാർട്ടൂണിസ്റ്റും അതേസമയം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുമായിരുന്നു. അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുന്നമേ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതാണ് സിനിമയിലെ മറ്റൊരു ഹൈലൈറ്റ്. എന്നാൽ ഈ ഒരു ഇൻസിഡന്റും ഈ സിനിമയും ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ റെഫറൻസ് തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫിന് ലഭിച്ചത് ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നാണ്. അമേരിക്കയിലെ ഒരു പത്രപ്രവർത്തകൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യുകയും എന്നാൽ ആ വാർത്ത മുന്നമേ തന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ പോവുകയും ആ ശ്രമം പാളിപ്പോവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണെങ്കിലും കൊല്ലുന്നതിന് മുൻപേ ആളുടെ മരണവാർത്ത പത്രത്തിൽ പ്രിന്റ് ചെയ്ത ആ വ്യക്തിയുടെ റെഫറൻസ് ആണ് ഡെന്നിസ് ജോസഫിനെ ന്യൂഡൽഹി എന്ന സിനിമ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച ഒരു റെഫറൻസ്. Cabinet Minister Shankar shot dead. Details are here. പടയപ്പ 1999 രജനീകാന്ത് സിനിമയാണ് പടയപ്പ. സിനിമയിലെ രമ്യ കൃഷ്ണൻ അവതരിപ്പിച്ച നീലാംബരി എന്ന കഥാപാത്രത്തിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. രജനീകാന്തിനൊപ്പം കട്ടയ്ക്ക് നിന്ന പെർഫോമൻസ് ആയിരുന്നു രമ്യ കൃഷ്ണന്റേത്. സിനിമയിലെ ഒരു ഭാഗത്തായി രജനീകാന്ത് രമ്യ കൃഷ്ണന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇരിക്കാൻ കസേര കൊടുക്കാതെ രജനീകാന്തിനെ അപമാനിക്കുമ്പോൾ തനിക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒരു ഇരിപ്പിടം രജനീകാന്ത് വളരെ സ്റ്റൈലായി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ സീൻ രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച മാസ് സീനുകളിൽ ഒന്നാണ്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം രജനീകാന്തിന്റെ ഈ ഒരു മാസ് സീൻ മറ്റൊരു സംഭവത്തിൽ നിന്നും റെഫറൻസ് ആയി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ രാമായണത്തിൽ നിന്നാണ്. രാമായണത്തിൽ രാവണന്റെ കോട്ടയിലേക്ക് പോകുന്ന ഹനുമാനെ ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കാതെ രാവണൻ അപമാനിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഹനുമാൻ വളരെ തന്ത്രപൂർവ്വം തന്റെ വാലുകൊണ്ട് ഒരു വലിയ ഇരിപ്പിടം ഉണ്ടാക്കി അതിൽ കയറി ഇരിക്കുന്നുണ്ട്. ഈ ഒരു റെഫറൻസ് ആണ് വളരെ സ്റ്റൈലിഷായി സംവിധായകനായ KS രവികുമാർ രജനീകാന്തിനെ കൊണ്ട് പടയപ്പിൽ ചെയ്യിപ്പിച്ചത്. എന്നാലും ഈ ഒരു ഐക്കോണിക് സീനിന്റെ പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ടായിരുന്നുവെന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു? മലൈക്കോട്ടെ വാലിബൻ 2024 മോഹൻലാൽ സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബനിൽ വാലിബൻ എന്ന മോഹൻലാലിന്റെ കഥാപാത്രം എല്ലാവരെയും തോൽപ്പിച്ച് വിജയത്തിന്റെ ലഹരിയിൽ നിൽക്കുന്ന മല്ലനാണ്. എന്നാൽ ഒരു സമയത്ത് വാലിബൻ സ്വയം പറയുന്നുണ്ട്,
എല്ലാവരെയും തോൽപ്പിച്ച് എപ്പോഴും ജയിക്കുന്ന എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, ഇനി എന്താണ് ഞാൻ നേടാനുള്ളത് എന്ന്. ആശാനെ, എനിക്കിനി ജയിക്കാൻ എന്താണുള്ളത്? എന്റെ മുന്നിൽ ഇനി ഒന്നുമില്ലാത്തതുപോലെ തോന്നുന്നു. ജയം നേടി തിരിച്ചു പോകുന്ന എനിക്ക് ഉറങ്ങാൻ വഴിയോരത്തെ ശത്രങ്ങളേ ഉള്ളൂ. സിനിമയിൽ ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ വാലിബൻ എന്ന കഥാപാത്രം ഇപ്പോൾ പറഞ്ഞ ഡയലോഗും സാഹചര്യവും 2015 പുറത്തിറങ്ങിയ പ്രശസ്ത ജാപ്പനീസ് അനിമി സീരീസായ വൺ പഞ്ച് മാനിൽ നിന്നും റഫറൻസ് ആയി എടുത്തിട്ടുള്ളതാണ്. No matter how many enemies I face, no matter who I fight, I don't feel anything. I gain nothing from it. But not having any room to learn and grow. വൺ പഞ്ച് മാനിലെ സൈതാമ എന്ന സൂപ്പർ പവർ ഉള്ള ഫൈറ്ററും മലയക്കോട്ടെ വാലിബനിലെ മായാവിദ്യകൾ അറിയാവുന്ന വാലിബൻ എന്ന മല്ലനും പറയുന്നത് ഒരേ ആശയം തന്നെയാണ്. അതുമാത്രമല്ല, ഇവർ രണ്ടുപേരും തന്റെ അതേ സ്ഥാനത്തുള്ള മറ്റൊരു വ്യക്തിയോടാണ് ഈ കാര്യം സംസാരിക്കുകയും ചെയ്യുന്നത്. എന്താലേ. ജെന്റിൽമാൻ 1993 ശങ്കർ സംവിധാനം ചെയ്ത മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു ജെന്റിൽമാൻ. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തായി കാറിൽ പോകുന്ന മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് ബോംബുമായി സൈക്കിളിൽ വരുന്ന വിദ്യാർത്ഥി സൂയിസൈഡ് ബോംബിംഗ് ചെയ്ത് മന്ത്രിയെ കൊലപ്പെടുത്തുന്നുണ്ട്. വലിയൊരു രാഷ്ട്രീയമാണ് ആ ഒരു സീനിലൂടെ ശങ്കർ കാണിച്ചതെങ്കിലും ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്ന രണസിൻഹെ പ്രേമദാസയുടെ കൊലപാതകത്തിൽ നിന്നുമാണ് ഈ ഒരു റഫറൻസ് അദ്ദേഹം എടുത്തിരുന്നത്. 1993 കുലവീരസിംഗം വീരകുമാർ എന്ന 23 വയസ്സുള്ള LTT വിദ്യാർത്ഥി സൂയിസൈഡ് ബോംബിംഗ് ചെയ്ത് ശ്രീലങ്കൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഈ സംഭവം നടക്കുന്നതിനും കൃത്യം 2 വർഷങ്ങൾക്ക് മുൻപാണ് ഇതേ LTT പ്രവർത്തകർ ഇതേ മെത്തേഡിൽ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത്. ബാഹുബലി 2 ദ കൺക്ലൂഷൻ 2017 പുറത്തിറങ്ങിയ സിനിമയാണ് ബാഹുബലി 2 ദ കൺക്ലൂഷൻ. സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ സീനുകളിൽ ഒന്നായിരുന്നു ഇത്. ബാഹുബലി എന്ന പേരിന്റെ അർത്ഥം തന്നെ ശക്തമായ കൈകളുള്ള വ്യക്തി എന്നാണ്. തന്നെയുമല്ല, സിനിമ ഫിക്ഷൻ ആയതുകൊണ്ട് ബാഹുബലി ഒരു വലിയ മരം പിഴുതെടുക്കുമ്പോൾ ആരായാലും കൈയടിച്ചു പോകും. എന്നാൽ വാസ്തവത്തിൽ ഈ ഒരു സീൻ സാക്ഷാൽ ഹനുമാന്റെ ഒരു വലിയ റെഫറൻസ് ആയിരുന്നു. രാമായണത്തിൽ ഹനുമാൻ ഒരു വലിയ വൃക്ഷത്തെ തന്റെ ഇരു കൈകളും ഉപയോഗിച്ചുകൊണ്ട് വേരോടെ മണ്ണിൽ നിന്നും അടർത്തിയെടുക്കുന്നതായി പറയുന്നുണ്ട്. ആ ഒരു റഫറൻസ് ആണ് ബാഹുബലി 2 സംവിധായകൻ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ദശാവതാരം 2008 പുറത്തിറങ്ങിയ കമൽഹാസൻ സിനിമയായിരുന്നു ദശാവതാരം. സിനിമയിലെ 10 കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു കമൽഹാസൻ അഭിനയിച്ച അവതാർ സിംഗ് എന്ന പോപ്പ് ഗായകൻ. സിനിമയിൽ ഈ കഥാപാത്രം മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നായ രാമനെയാണ് കണക്ട് ചെയ്യുന്നത്. കാരണം ഏകപത്നി വ്രത അഥവാ വൺ മാൻ വൺ വുമൺ എന്നാണ് രാമന്റെ കൺസെപ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ രാമൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തന്റെ പ്രിയ പത്നിയായ സീതയായിരുന്നു. അതുപോലെ തന്നെ സിനിമയിലെ അവതാർ സിംഗ് തന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നതും ഈ ഒരേ ഒരു ഭാര്യയാണ്. എന്നാൽ അവതാർ സിംഗ് എന്ന സിനിമയിലെ ഈ ഒരു കഥാപാത്രത്തെ റഫറൻസ് ആയി എടുത്തിരിക്കുന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്നാണ്. അത് മറ്റാരുമല്ല, പ്രശസ്ത ഗായകനായ ദലേർ മെഹന്തി ആയിരുന്നു. ദലേർ മെഹന്തി വളരെ എനർജിയോടുകൂടി പാട്ട് പാടുന്ന ഒരാളായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം എല്ലാം വളരെ കളർഫുൾ ആയിരുന്നു. അതോടൊപ്പം അദ്ദേഹം പാട്ട് പാടുന്നത് ഒരു പ്രത്യേക ആക്ഷനിലായിരുന്നു. ഇതൊക്കെയാണ് അവതാർ സിംഗ് എന്ന കഥാപാത്രത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കമൽഹാസന് സാധിച്ചത്. ദലേർ മെഹന്തിയുടെ യഥാർത്ഥ പേര് ദലേർ സിംഗ് എന്നാണ്. അങ്ങനെ ദലേർ സിംഗ് പിന്നീട് അവതാർ സിംഗ് ആയി സിനിമയിൽ വന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ 1980 ഫാസിൽ സംവിധാനം ചെയ്ത സിനിമയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മോഹൻലാലിന്റെ നരേന്ദ്രൻ എന്ന ശക്തമായ വില്ലൻ കഥാപാത്രം തന്നെയാണ് സിനിമയുടെ ഒരു ഹൈലൈറ്റ്. മോഹൻലാൽ അവതരിപ്പിച്ച നരേന്ദ്രൻ എന്നൊരു സൈക്കോ സ്വഭാവമുള്ള മദ്യപിക്കുന്ന ഒരു സ്ത്രീലമ്പടനാണ്. സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച നരേന്ദ്രൻ ഒരു സൈക്കോ ക്യാരക്ടറുള്ള മദ്യപിക്കുന്ന ഒരു സ്ത്രീലമ്പടനാണ്. സ്ത്രീകളെ ഉപദ്രവിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നതും നരേന്ദ്രന്റെ ഒരു ഹോബിയാണ്. സിനിമയിൽ നായികയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും അവളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് നരേന്ദ്രന്റെ ഒരു ഹോബി തന്നെയായിരുന്നു. എന്നാൽ നരേന്ദ്രന്റെ ഈ ഒരു ക്യാരക്ടർ വളരെ വ്യക്തമായി കാണിക്കുന്ന ഒരു റെഫറൻസ് ഫാസിൽ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. സിനിമ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സിനിമയിൽ ഒരു സീനിലായി മോഹൻലാൽ റാസ്പൂട്ടിൻ എന്ന ഗാനം കാണുന്നുണ്ട്. റഷ്യയിലെ റൊമാനോ രാജവംശത്തിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയായിരുന്നു ഗ്രിഗോറി റാസ്പൂട്ടിൻ. റസ്പൂട്ടിൻ ആത്മീയതയ്ക്ക് വേണ്ടിയും അല്ലാതെയുമായി ഒരുപാട് മയക്കുമരുന്നുകളും അനേകം സ്ത്രീകളെയും ഉപയോഗിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു സ്ത്രീലമ്പടൻ തന്നെയായിരുന്നു റസ്പൂട്ടിൻ. ഇതേ സ്വഭാവമുള്ള മറ്റൊരു വ്യക്തിയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മോഹൻലാൽ അവതരിപ്പിച്ച നരേന്ദ്രൻ എന്ന കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ കൃത്യമായ റെഫറൻസ് തന്നെയായിരുന്നു സിനിമയിൽ കാണിക്കുന്ന റസ്പൂട്ടിൻ എന്ന ഗാനം. കൈദി
2019 ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് കൈദി. എന്നാൽ സിനിമ കണ്ടപ്പോൾ നമ്മളെല്ലാവരും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒട്ടുമിക്ക എല്ലാ സീനുകളിലും, പ്രത്യേകിച്ചും കാർത്തിയും പോലീസുകാരനുമായുള്ള സംഭാഷണത്തിൽ, കാർത്തി ഒരിക്കലും പോലീസുകാരന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതായി കാണുന്നില്ല. मैंने कहा तो था, पर ये नहीं कहा था कि मैं चलाऊं. इसका ब्रेक ठीक नहीं है. ഇത് സംവിധായകന്റെ ഒരു വലിയ ബ്രില്യൻസ് തന്നെയായിട്ട് പറയാം. കാരണം ഒരു വലിയ പഠനം പറയുന്നതനുസരിച്ച് ജയിലിൽ കിടന്ന ഒരു കുറ്റവാളി തന്നെ പെട്ടെന്ന് പോലീസുകാർ നോട്ടീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത്. നേരെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ ആ വ്യക്തിയെ പിന്നെ പോലീസ് ശ്രദ്ധിച്ച് നോട്ടീസ് ചെയ്തു വെക്കും. സിനിമയിലെ നായകനായ കാർത്തി അവതരിപ്പിക്കുന്ന ദില്ലി എന്ന കഥാപാത്രം ജയിലിൽ കിടന്നതുകൊണ്ട് തന്നെ പോലീസുകാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് സിനിമയിലെ ബഹുഭൂരിപക്ഷം സീനുകളിലും പോലീസുകാരന്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തത്. ജയിലർ 2023 പുറത്തിറങ്ങിയ രജനീകാന്ത് സിനിമയാണ് ജയിലർ. സിനിമയിൽ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു വിനായകന്റെ വർമ്മൻ എന്നത്. സിനിമ കണ്ടതിനു ശേഷം പല ആളുകളും പറഞ്ഞിരുന്ന ഒരു കമന്റ് ആയിരുന്നു, ഒരുപക്ഷെ കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ ഈ റോൾ അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നൊക്കെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, വിനായകന്റെ വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രം മറ്റൊരു മലയാള നടനിൽ നിന്നും റെഫറൻസ് ആയിട്ടാണ് സംവിധായകൻ ഉപയോഗിച്ചത്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം തിലകനാണ്. 1990 മണിരത്നം തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ വിജയകാന്ത് സിനിമയായിരുന്നു ഛത്രിയൻ. ഛത്രിയൻ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിൽ ആ സിനിമയ്ക്ക് ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ട്. സിനിമയിൽ വില്ലനായി അഭിനയിച്ചത് തിലകനായിരുന്നു. അരുമ നായകം എന്ന അണ്ണാച്ചിയായി തിലകൻ പൂണ്ട് വിളയാടുകയായിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള തമിഴായിരുന്നു തിലകൻ സിനിമയിൽ സംസാരിച്ചിരുന്നത്. நேரா உன்னதான் பார்க்க வந்தேன். உங்களுக்காக காத்துட்டு இருப்பேன் ஏசி சார், நான் காத்துட்டு இருப்பேன். തിലകന്റെ വസ്ത്രധാരണവും വളരെ സിമ്പിൾ ആയിരുന്നു. എന്നാൽ അതേസമയം ഒരു കൊടൂര വില്ലനായിരുന്നു തിലകൻ. തിലകന്റെ ഈ കഥാപാത്രത്തെ റെഫറൻസ് ആയി എടുത്തിട്ടാണ് സംവിധായകനായ നെൽസൺ ജയിലറിൽ വിനായകന്റെ വർമ്മൻ എന്ന കഥാപാത്രത്തെ രൂപപ്പെടുത്തിയത്. ജോസഫ് 2018 ജോജു ജോർജ് സിനിമയായിരുന്നു ജോസഫ്. സിനിമയിലെ ഏറ്റവും കിടിലം സീനുകളിൽ ഒന്നായിരുന്നു സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന കൊലപാതകവും തുടർന്നുള്ള പോലീസ് അന്വേഷണവും. ജോസഫ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കേസ് അന്വേഷണത്തിലെ കഴിവ് തെളിയിക്കുന്ന സീനാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്നും റെഫറൻസ് ആയി എടുത്തിട്ടാണ് ആ ഒരു സീൻ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. 2013 കോട്ടയം പഴയടം കേസാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്ന റെഫറൻസ്. അരുൺ ശശി എന്ന യുവാവ് കാറ് വാങ്ങുന്നതിന് വേണ്ടി പണം കണ്ടെത്താൻ തന്റെ അച്ഛന്റെ സഹോദരിയെയും ഭർത്താവിനെയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ശേഷം സിനിമയിൽ കാണിച്ചതുപോലെ തന്നെ ആർക്കും സംശയമുണ്ടാവാത്ത രീതിയിൽ പോലീസിനോടും ബന്ധുക്കളോടും ഇടപെടുകയും ചെയ്തു. 1-2 ചെറിയ മാറ്റങ്ങൾ സിനിമയിൽ അവിടെവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി ഭൂരിഭാഗം സംഭവങ്ങളും യഥാർത്ഥ സംഭവത്തിൽ നിന്നും എടുത്തവയായിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ് 2014 അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ്. സിനിമയിലെ ക്ലൈമാക്സ് രംഗം അതിഗംഭീരമായിട്ടുള്ള ഒന്നാണ്. വളരെ മനോഹരമായിട്ടാണ് ഒരു സൂപ്പർ ക്രോസ് ബൈക്ക് റേസിംഗ് ടൂർണമെന്റ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു വലിയ ബൈക്ക് റേസിംഗ് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ കൊണ്ടുവന്ന് വലിയ സെറ്റിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ബജറ്റ് അവർക്കില്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് പൂനെയിൽ നടക്കുന്ന സൂപ്പർ ക്രോസ് ബൈക്ക് റേസിംഗ് ടൂർണമെന്റിൽ അവർ പോവുകയും അവിടുത്തെ യഥാർത്ഥ ടൂർണമെന്റ് ആണ് അവർ ഷൂട്ട് ചെയ്ത് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ ദുൽഖർ സൽമാന് പകരം ബൈക്ക് റേസിംഗ് നാഷണൽ ചാമ്പ്യനായ അരവിന്ദ് കെപിയെ അവർ കൊണ്ടുവരികയും ദുൽഖറിന് പകരം ബൈക്ക് ഓടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ചെറിയൊരു ട്വിസ്റ്റും കൂടെ ഉണ്ടായി. ആ യഥാർത്ഥ ടൂർണമെന്റിലെ ആദ്യത്തെ റേസിൽ അരവിന്ദ് കെപി തോറ്റുപോവുകയും ശേഷം രണ്ടാമത്തെ റേസിൽ ജയിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇതേ അവസ്ഥ തന്നെയായിരുന്നു സിനിമയിലെ ദുൽഖറിന്റെ കഥാപാത്രവും നേരിടേണ്ടി വന്നിരുന്നത്. അത് വലിയൊരു കോയിൻസിഡന്റ് ആയിരുന്നു. എന്നാൽ സിനിമയിൽ ദുൽഖർ സൽമാൻ ബൈക്കിൽ നിന്നും ഇറങ്ങി വരികയും കാണികളായി മറ്റ് ആർട്ടിസ്റ്റുകൾ ഗാലറിയിലിരുന്ന് ആർപ്പ് വിളിക്കുന്ന സീനുകൾ മാത്രം എടുത്തിരുന്നത് ബാംഗ്ലൂരിൽ ഒരു ചെറിയ ഗാലറി സെറ്റിട്ടിട്ടാണ്. പിന്നീട് എഡിറ്റിംഗിൽ ഈ 2 സ്ഥലവും ഇന്റർകട്ട് ചെയ്ത് അവർ ഒന്നാക്കിയപ്പോൾ സിനിമ കണ്ട പ്രേക്ഷകർക്ക് അതെല്ലാം യാഥാർത്ഥ്യമായി തോന്നി. ഇന്നലെ വരെ 2022 പുറത്തിറങ്ങിയ ജിസ് ജോയ് സിനിമയാണ് ഇന്നലെ വരെ. സിനിമയിൽ ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രം മലയാള സിനിമയിലെ ഒരു യങ് ലീഡ് ആക്ടറാണ്. എന്നാൽ ചില പ്രശ്നങ്ങൾ മൂലം ആസിഫ് അലിയുടെ കഥാപാത്രം സിനിമയിൽ ട്രാപ്പായി പോകുന്നുണ്ട്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സീനിൽ നടനായതുകൊണ്ട് മറ്റുള്ളവർ തന്നെ തിരിച്ചറിയാതിരിക്കാൻ രാത്രിയിൽ ക്യാപ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ആസിഫ് അലി ടൗണിലൂടെ പോകുന്നതായി കാണാം. പുതിയ പടേതാ? ഇവിടെ നിന്നാണ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ ഈ ഒരു സിനിമയും ഈ ഒരു ഇൻസിഡന്റും ജിസ് ജോയ്ക്ക് റെഫറൻസ് ആയി കിട്ടിയത് കുഞ്ചാക്കോ ബോബനിൽ നിന്നായിരുന്നു. 2021 കുഞ്ചാക്കോ ബോബനുമായി ജിസ് ജോയ് മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമ ചെയ്തിരുന്നു. ആ സമയത്ത് കുഞ്ചാക്കോ ബോബൻ രാത്രി ടൗണിലൂടെ താനൊരു നടനായതുകൊണ്ട് തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ ക്യാപ് ജാക്കറ്റ് ഇട്ട് മുഖം മറച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്നു എന്ന് സംവിധായകനോട് പറഞ്ഞു.
ഈ ഒരു ഐഡിയയാണ് ആസിഫ് അലിയുടെ കഥാപാത്രത്തെയും ആ ഒരു രംഗത്തെയും രൂപപ്പെടുത്തി സിനിമയാക്കാൻ ഇടയാക്കിയ സംഭവം. ശബ്ദത്തിനെ ആൾക്കാർ തിരിച്ചറിയുന്നില്ലേ? ഇല്ലടാ, മാസ്ക് കൊണ്ട് തൊപ്പിയുണ്ട്, ആ ഒരു ചെറിയൊന്നുമില്ല. എനിക്ക് അന്ന് രാത്രി തോന്നിയ ഐഡിയ പറയുകയും ഉച്ചയായപ്പോഴത്തേക്കും സഞ്ജയും ബോബിച്ചേട്ടനും കൂടെ അതൊരു കഥയാക്കി. കല്യാണരാമൻ 2002 ഷാഫി ദിലീപ് കോമ്പിനേഷനിൽ വന്ന സിനിമയാണ് കല്യാണരാമൻ. ഈ സിനിമയിലെ ഓരോ ഡയലോഗും മലയാളികൾക്ക് ഇന്നും കാണാപ്പാടമാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് ഇന്നസെന്റിന്റെ പോഞ്ഞിക്കര കേശവൻ. പോഞ്ഞിക്കര ഒരു സീനിൽ പറയുന്ന ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ട്. ഈ ഡയലോഗ് ഒരു തവണയെങ്കിലും ജീവിതത്തിൽ പറയാത്ത ഒരു മലയാളി ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ ഒരു വലിയ ഹിറ്റ് ഡയലോഗ് വാസ്തവത്തിൽ മറ്റൊരു സിനിമയിൽ നിന്നും റെഫറൻസ് ആയി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. 1997 ജഗദീഷ് സിനിമയായ ഗുരുശിഷ്യനിൽ മാമോക്കോയുടെ കഥാപാത്രത്തിന്റെ ഒരു കിടിലം പെർഫോമൻസ് ഉണ്ട്. വാസ്തവത്തിൽ ഈ ഒരു സീനായിരുന്നു കല്യാണരാമന്റെ ഒരു വലിയ റെഫറൻസ്. സച്ചിൻ 2019 ധ്യാൻ ശ്രീനിവാസൻ സിനിമയാണ് സച്ചിൻ. ക്രിക്കറ്റും സച്ചിനും പരാമർശിച്ച ഒരുപാട് മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന സച്ചിൻ എന്ന യുവാവിന്റെ കഥയാണ് പറയുന്നത്. സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറുമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ നിന്നും ചില റെഫറൻസുകൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയിലെ നായകനായ ധ്യാൻ ശ്രീനിവാസന്റെ പേര് സച്ചിൻ എന്നാണ്. സിനിമയിലെ നായികയായ അന്നാരാജന്റെ പേര് അഞ്ജലി എന്നും. ഇത് സച്ചിന്റെയും ഭാര്യ അഞ്ജലിയുടെയും റെഫറൻസ് ആണ്. അതുമാത്രമല്ല, സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് തന്നേക്കാൾ പ്രായത്തിൽ മുതിർന്ന അഞ്ജലിയാണ്. ഇത് തന്നേക്കാൾ പ്രായത്തിൽ മുതിർന്ന അഞ്ജലിയെ വിവാഹം കഴിച്ച സച്ചിന്റെ മറ്റൊരു റെഫറൻസ് ആണ്. എന്തൊക്കെയാണെങ്കിലും സച്ചിന്റെ റെഫറൻസും ക്രിക്കറ്റും ഒക്കെ സിനിമയിലുണ്ടെങ്കിലും കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ പടം ഒരിക്കലും തൃപ്തിപ്പെടുത്തിയിട്ടില്ല. മണിച്ചിത്രത്താഴ് രാജാ രവിവർമ്മയുടെ ഫേമസ് ചിത്രങ്ങളുടെ മാതൃകയിൽ പല പാട്ടുകൾ മലയാള സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അനന്തഭദ്രം അതിന് ഉദാഹരണമാണ്. എന്നാൽ അധികമാരും സംസാരിച്ച് കാണാത്ത രാജാ രവിവർമ്മയുടെ മറ്റൊരു പെയിന്റിങ്ങിന്റെ റെഫറൻസ് 1993 ഫാസിൽ സിനിമയായ മണിച്ചിത്രത്താഴിലെ ഒരു ഭാഗത്ത് കാണാൻ കഴിയും. സിനിമയിലെ വരുവാനില്ലാരുമേ എന്ന ഗാനത്തിന്റെ ഒരു ഭാഗത്തായി ജനലിനോട് ചേർന്നിരിക്കുന്ന ശോഭനയുടെ ഫ്രെയിം രാജാ രവിവർമ്മയുടെ വിചിന്തനം എന്ന പെയിന്റിങ്ങിന്റെ ഒരു റെഫറൻസ് ആയിരുന്നു. അതുമാത്രമല്ല, രാജാ രവിവർമ്മയുടെ പെയിന്റിങ്ങുകളിൽ അധികമാരും ഉപയോഗിക്കാത്ത ഒരു പെയിന്റിങ്ങും കൂടിയായിരുന്നു വിചിന്തനം എന്ന ഈ ഒരു പെയിന്റിങ്. തല്ലുമാല 2022 പുറത്തിറങ്ങിയ ഖാലിദ് റഹ്മാൻ സിനിമയായിരുന്നു തല്ലുമാല. സിനിമ ആകെ മൊത്തം ഒരു കളർഫുൾ ആയിരുന്നു, പ്രത്യേകിച്ചും സിനിമയുടെ എഡിറ്റിംഗും കോസ്റ്റ്യൂമും എല്ലാം. സിനിമയിൽ ടോവിനോ തോമസിന്റെ മണവാളൻ വസീം എന്ന കഥാപാത്രം കല്യാണ ഡ്രസ്സായി ഇടുന്ന ഒരു വസ്ത്രമുണ്ട്. അത് സാക്ഷാൽ ബ്രസീലിയൻ ഫുട്ബോൾ താരമായ നെയ്മർ ജൂനിയർ ഒരു എവന്റിലിട്ട അതേ കോസ്റ്റ്യൂം റെഫറൻസ് ആയി എടുത്ത് ഉണ്ടാക്കിയതായിരുന്നു. ആ ഒരു ഡ്രസ്സിന് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായ മാഷർ ഹംസയുടെ സെലക്ഷൻ ഗംഭീരമായിരുന്നു. ഇനി വേണമെങ്കിൽ വേറൊരു കാര്യം പറയാം. ഗോഡ് ഫാദർ എന്ന സിനിമ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ലോകത്തുള്ള എല്ലാ ഗ്യാങ്സ്റ്റർ സിനിമകളും ഉണ്ടായിട്ടുള്ളത്. മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന സിനിമയും ഇൻസ്പയർ ആയിരിക്കുന്നത് ഗോഡ് ഫാദർ കണ്ടിട്ടാണ്. എന്നാൽ നായകനിൽ ഇൻസ്പിറേഷൻ മാത്രമല്ല, ഗോഡ് ഫാദറിന്റെ ഓരോ ഫ്രെയിം കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ശരി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.